Good morning. Good morning, Miss. Good morning, ma'am. Good morning. Morning കേട്ടോ. നമ്മൾ എവിടം വരെ എടുത്തു കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് എടുത്തായിരുന്നോ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് എടുത്തിട്ടില്ല. ഓക്കെ. ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് അത് കഴിഞ്ഞായിരുന്നോ? അത് നമ്മൾ എടുത്തായിരുന്നു. അത് ഫുള്ള് തീർന്നോ? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വിട്ടുപോയിട്ടുണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമാണ് എടുത്തത്. എല്ലാരും എടുത്തോ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു എന്നാണല്ലോ പറയുന്നത്. എടുത്തോ? ഓക്കെ. ഒന്നുകൂടി പറയാം നമുക്ക് കേട്ടോ. അതിനു മുമ്പ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005. ഏതാണ് ഇതിന്റെ ഓൾഡ് ലോ? എന്താണ് പഴയ നിയമം? ഏത് പേരിൽ അറിയപ്പെടുന്നത്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന്റെ എന്തിനെയാണ്, ഏത് നിയമത്തെയാണ് ഇത് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്? പ്രീവിയസിൽ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നേ? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 അല്ലേ? ഓക്കെ. എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി കൊടുക്കേണ്ടത് പരാതി കിട്ടിക്കഴിഞ്ഞാല്? 30 ദിവസം. ഓക്കെ, വെരി ഗുഡ്. ഇനി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആരാണ്? ഏത് ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളാ? ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ അല്ലേ? ഒരു മെഡിക്കൽ ബോർഡാണ് നൽകേണ്ടത് അല്ലേ? ആരൊക്കെയാണ് മെഡിക്കൽ ബോർഡിൽ അംഗങ്ങളായിട്ട് ഉണ്ടാവുക? മെഡിക്കൽ ബോർഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാ? മെഡിക്കൽ ബോർഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാ? ചീഫ് മെഡിക്കൽ ഓഫീസർ, സബ് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ, പിന്നെ ഒരു എക്സ്പേർട്ട് ഉണ്ടാവും അല്ലെ, സ്പെസിഫിക് ഫീൽഡിലെ. ഓക്കെ. ഇനി വിഷ്വൽ ഹാൻഡിക്യാപ്സിന് ആരൊക്കെ ചേർന്നിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ആരാണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വരുന്നത്? വിഷ്വൽ ഹാൻഡിക്യാപ്സ് ആണെങ്കിൽ ആരാ? വിഷ്വൽ ഹാൻഡിക്യാപ്ഡ് ആരാണ് വരിക? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ.
ഒഫ്താൽമിക് സർജൻ, ഒഫ്താൽമോളജിസ്റ്റ് അല്ലേ? യെസ്. ഓക്കെ. ഇനി ഹിയറിംഗ് ഹാൻഡിക്യാപ്സ് ആണെങ്കിലോ? ഹിയറിംഗ് ഹാൻഡിക്യാപ്സ് ENT സർജൻ. ഓക്കെ. ഇനി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഇൻ കേസ് ഓഫ് ലോക്കോമോട്ടേഴ്സ് ഹാൻഡിക്യാപ്സ്, അവർക്കാണെങ്കിലോ ആരായിരിക്കും? ഓർത്തോപീഡിക് സർജൻ. ഓക്കെ. ഇനി മെന്റൽ ഹാൻഡിക്യാപ്സിനാണെങ്കിലോ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓർ എ ടീച്ചർ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലേ? യെസ്. ഈ സർട്ടിഫിക്കറ്റ് എത്ര വർഷത്തേക്കാണ് വാലിഡ് ആയിട്ടുള്ളത്? 5 വർഷം. ഇനി ഇതിനകത്ത് വേരിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് അല്ലെ? അത് പറയുന്നുണ്ട് അല്ലെ? ഓക്കെ. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇവർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്? ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്? ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസ് അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. ഓക്കെ. നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? THOA ഫുൾ ഫോം എന്താ? THOA ഫുൾ ഫോം THOA ഫുൾ ഫോം പറഞ്ഞേ. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് അല്ലെ? ഓക്കെ. ഏത് വർഷമാണ് ഇനാക്ട് ചെയ്തത്? 1994 അല്ലെ? എന്താണ് നിയമം അനുസരിച്ച് പറയുന്നത്? അവയവദാനം അല്ലെ? അതിന്റെ റിമൂവൽ, സ്റ്റോറേജ്, ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ തെറാപ്യൂട്ടിക് പർപ്പസിന്റെ ഒരു പ്രിവെൻഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഡീലിങ്സ്, ഹ്യൂമൻ ഓർഗൻസിന്റെ എന്തൊക്കെ പറയുന്നത്? ഹ്യൂമൻ ഓർഗൻസിന്റെ റിമൂവൽ, അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ, തെറാപ്യൂട്ടിക് പർപ്പസ്, പിന്നെ പ്രിവെൻഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഡീലിങ്സ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണെന്ത്? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങള് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഒഴിച്ചിട്ട് ബാക്കി ഉള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലെ? ഏതൊക്കെയാണ് രണ്ട് എക്സ്പെക്ടേഷൻ ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ അല്ലെ? ഓക്കെ. Okay. The main purpose of the act is to regulate the removal, storage, and transplantation of human organs for therapeutic purpose and for the prevention of commercial dealings in human organs. Okay. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ നിങ്ങള്. The main purpose of the act is to regulate the removal, storage, and transplantation of human organs for therapeutic purpose and for the prevention of commercial dealings in human organs. Okay. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ 2 പോയിന്റ് നിങ്ങൾ വായിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? വായിച്ചായിരുന്നോ? ഇല്ല, അതൊന്ന് വായിച്ചോളൂ കേട്ടോ, റീഡ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. 3 പോയിന്റ്സ് ഉണ്ട്, 3 പോയിന്റ്സ്. അതൊന്ന് വായിച്ചോളൂ കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? യെസ്, അപ്പൊ നമുക്ക് നോക്കാം. The Act was amended in 2011 and the Transplantation of Human Organs Amendment Act 2011 came into force on 10/1/2014 in the state of Goa, Himachal Pradesh, West Bengal and Union Territories. Other states who have adopted the Amendment Act till date are Rajasthan, Sikkim, Jharkhand, Kerala, Orissa, Punjab, Maharashtra, Assam, Haryana, Manipur, Gujarat, Bihar, and Uttar Pradesh. The amended act is now named Transplantation of Human Organs and Tissues Act, TOTA, 1990. Okay. അതായത് നമുക്കറിയാം 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് ഇനാക്ട് ചെയ്തത്. എന്നാൽ ഈ ആക്ട് 2011 എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. 2011 എന്ത് ചെയ്തു? ഇതിൽ ഭേദഗതി ചെയ്തു. ഭേദഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ആക്ടിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ വെട്ടിത്തിരുത്തലുകളോ ഉണ്ടാവുമ്പോഴാണ് ഭേദഗതിയായിട്ട് മാറുന്നത്, അല്ലെ? അപ്പോ 2011 എന്ത് ചെയ്തു? ഈ നിയമത്തില് ഭേദഗതി വരുത്തി. ഈ ഭേദഗതി നിയമം 2014 ജനുവരി 10 ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. 2014 ജനുവരി 10 ഗോവ, ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ഭേദഗതി വരുത്തിയ ഈ നിയമം 2014 ജനുവരി 10 ഗോവ, ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ വരികയുണ്ടായി. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അതിനുശേഷം പിന്നീട് താഴെ പറയുന്ന സംസ്ഥാനങ്ങളിലും ഈ ഭേദഗതി നിയമം സ്വീകരിച്ചു. അപ്പൊ താഴെ പറയുന്ന സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തു? ഈ ഭേദഗതി നിയമത്തെ അഡോപ്റ്റ് ചെയ്തു. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, സിക്കിം, ജാർഖണ്ഡ്, കേരള, ഒറീസ, പഞ്ചാബ്, മഹാരാഷ്ട്ര, അസം, ഹരിയാന, മണിപ്പൂർ, ഗുജറാത്ത്, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. അപ്പോ 1994 നിയമത്തെ 2011 ഭേദഗതി ചെയ്തു. 2011 ഭേദഗതി ചെയ്ത നിയമം 10/1/2014 പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അഡോപ്റ്റ് ചെയ്തു. അതിനുശേഷം താഴെ പറയുന്ന സംസ്ഥാനങ്ങളിലും അത് സ്വീകരിക്കുകയുണ്ടായി. ഓക്കെ, ഇനി ഭേദഗതിക്ക് ശേഷം ഈ നിയമത്തിന്റെ പേര് എന്തായി മാറി? ഈ നിയമത്തിന്റെ പേര് എന്തായിരുന്നു ആദ്യത്തേത്?
ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്നായിരുന്നു അല്ലെ, THOA എന്ന് പറയും, TOA എന്ന് പറയും അല്ലെ. പക്ഷെ 2011 ഇത് ഭേദഗതി ചെയ്തപ്പോ ഈ നിയമം എന്തായി മാറി? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നായിട്ട് മാറി കേട്ടോ. തോട്ട, അതായത് ഒരു T അവിടെ വന്നു. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നായിട്ട് മാറി 1994. ആ നിയമമായിട്ട് മാറി. മനസ്സിലായോ? 2011 ഭേദഗതി ചെയ്തു. 2014 ഇത് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അഡോപ്റ്റ് ചെയ്തു. പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഇത് റിസീവ് ചെയ്തു. അതിനുശേഷം ഈ നിയമത്തിന്റെ പേര് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്, ടിഷ്യൂസ് ആക്ട് എന്നായിട്ട് മാറി. ക്ലിയർ അല്ലേ? Okay. Then brainstem death is recognized as a legal death in India under the Transplantation of Human Organs and Tissue Act since 1994. Like many other countries, which has revolutionized the concept of organ donation after death. After natural cardiac death, only a few organs, tissues can be donated, including vital organs such as kidneys, heart, liver, and lungs. Okay. അതായത് ബ്രെയിൻ സ്റ്റെം ഡെത്ത്, മസ്തിഷ്ക മരണം ഇന്ത്യയിൽ 1994 മുതൽ നിയമപരമായുള്ള മരണമായി മാറി. Brainstem death is recognized as legal death. മസ്തിഷ്ക മരണം എന്തായിട്ട് സ്വീകരിച്ചു? നിയമപരമായിട്ടുള്ള മരണമായിട്ട് സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഇത് 1994 മുതലാണ് ഇത് നിയമപരമായിട്ടുള്ള മരണമായിട്ട് സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കാനായിട്ട് തുടങ്ങിയത്. ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരമാണ് ഇങ്ങനെ നിയമപരമായിട്ട് റിസീവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അത്രയുമാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി അതുകൂടാതെ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. ബ്രെയിൻ സ്റ്റെം ഡെത്ത് നിയമപരമായി അംഗീകരിച്ചതോടെ മരണാനന്തര അവയവദാനത്തിന് വലിയ പ്രാധാന്യം. ഇപ്പൊ ലീഗൽ ഡെത്ത് ആയിട്ട് ബ്രെയിൻ സ്റ്റെം ഡെത്തിനെ റെക്കഗ്നൈസ് ചെയ്തതോടെ മരണാനന്തര അവയവദാനത്തിന്, അതായത് മരണത്തിന് ശേഷമുള്ള ഓർഗൻ ഡൊണേഷന് വലിയ പ്രാധാന്യം ലഭിച്ചു. കൂടുതൽ ഇത് ആളുകള് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിലൂടെ മരിച്ച വ്യക്തിയുടെ അവയവങ്ങൾ മറ്റുള്ളവരുടെ ചികിത്സയ്ക്കായി ദാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇത് നിയമപരമായിട്ടുള്ള ഡെത്ത് ആയിട്ട് അംഗീകരിച്ചതോടുകൂടി എന്തായിട്ട് മാറി? മരിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അവരുടെ അവയവങ്ങൾ മറ്റുള്ളവരുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ദാനം ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, എന്നാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടുള്ള ഒരു ഹൃദയസ്തംഭനം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് മൂലം ഒരാള് മരണപ്പെടുവാണെങ്കിൽ ദാനം ചെയ്യാൻ കഴിയുന്ന അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും എണ്ണം പരിമിതമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാൽ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അവയവങ്ങൾ മാത്രമാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അങ്ങനെയല്ല, മാക്സിമം നമുക്ക് ഓർഗൻസ് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ ബ്രെയിൻ നമുക്ക് ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട്, ലിവർ, ലങ്സ് തുടങ്ങിയ പ്രധാന അവയവങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ടിഷ്യൂകളൊന്നും ഉൾപ്പെടുന്നില്ല. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലാണ് മാക്സിമം അവയവങ്ങൾ നമുക്ക് ദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മള് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള വാർത്തകള്. മസ്തിഷ്ക മരണം സംഭവിച്ചു, ബ്രെയിൻ ഡെത്ത് സംഭവിച്ച വ്യക്തികളുടെ 7 അവയവങ്ങൾ ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇത് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വാർത്തയില് കേൾക്കാറുണ്ട്. ഇന്നാളൊരു കുഞ്ഞു മരിക്കുണ്ടായല്ലേ, അറിയാലോ നിങ്ങൾക്ക്? എത്ര മാസമാണ്? 10 മാസം പ്രായമുള്ളൂ അല്ലെ? ആ കുഞ്ഞിന്റെ അതായത് ബ്രെയിൻ ഡെത്ത് ആണ് സംഭവിച്ചത് അല്ലെ. മാക്സിമം ഓർഗൻസ് എന്ത് ചെയ്തു? പാരന്റ്സ് ഡൊണേറ്റ് ചെയ്യണ്ടായി.
പക്ഷെ നമ്മൾ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ ലിമിറ്റഡ് ആണ്, നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. Then next, in pursuance to the Amendment Act, the transplantation of human organs and tissues rules have been notified on 27th March 2014. The Amendment Act and revised the rules have many provisions for promotion of organ donations from cadavers. അതായത് ഭേദഗതി ചെയ്ത നിയമപ്രകാരം ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് ടിഷ്യൂ റൂൾസ് 2014 മാർച്ച് 27 വിജ്ഞാപനം ചെയ്തു, നോട്ടിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഭേദഗതി ചെയ്തിട്ടുള്ള ഈ നിയമം എപ്പോഴാണ് വിജ്ഞാപനം ചെയ്തത്? 2014 മാർച്ച് 27 നോട്ടിഫൈ ചെയ്തത്. ഓക്കെ, പിന്നെ ഈ ഭേദഗതി നിയമത്തിനും പുതുക്കിയ ചട്ടങ്ങൾക്കും മരണപ്പെട്ട വ്യക്തികളിൽ നിന്ന് അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഭേദഗതി നിയമത്തിലും അതുപോലെ തന്നെ പുതിയ ചട്ടങ്ങളിലും മരണപ്പെട്ട വ്യക്തികളിൽ നിന്ന് കഡാവർ ഡോണേഴ്സ് മരണപ്പെട്ട വ്യക്തികളിൽ നിന്ന് അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി വ്യവസ്ഥകൾ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു നിയമത്തില് കുറേയധികം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൽ അടയാളപ്പെടുത്തിയായിരുന്നോ? അണ്ടർലൈൻ ചെയ്യിപ്പിച്ചായിരുന്നോ ഞാൻ? ഇല്ലേ? സെക്കൻഡ് പോയിന്റോ? ഏതാണ് സെക്കൻഡ് പോയിന്റ്? രണ്ടാമത്തെ പോയിന്റ് ആണോ? അതായത് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാല് അതൊരു നിയമപരമായിട്ടുള്ള മരണമായിട്ട് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, പല കൺട്രീസിലും, ഇന്ത്യ ഉൾപ്പെടെ പല കൺട്രീസിലും ഇതിനെ അങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് കൂടുതൽ വ്യക്തത വന്നു, അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാക്സിമം ഓർഗൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയല്ല പറ്റുന്നത്, ലിമിറ്റഡ് ഓർഗൻസ് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ കിഡ്നി, ലിവർ, ലങ്സ്, ഹാർട്ട്, അങ്ങനെയുള്ള ലിമിറ്റഡ് ഓർഗൻസ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ ബ്രെയിൻ ഡെത്ത് അങ്ങനെയല്ല, മാക്സിമം ഓർഗൻസും ടിഷ്യൂസ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ആ ഒരു കാര്യമാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തായിരുന്നോ? ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മസ്തിഷ്ക തണ്ട മരണം എന്നാണ് പറയുന്നത് കേട്ടോ. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ മതി, നിങ്ങള് സ്റ്റെം എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെം അതായത് മലയാളീകരിച്ച് അതിനെ കുറച്ചും കൂടി ഇതാക്കണ്ട. ബ്രെയിൻ സ്റ്റെം ഡെത്ത് അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് പറഞ്ഞാൽ മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്തായിരുന്നോ നിങ്ങള്? ചെയ്തായിരുന്നോ? ഇതോ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് അണ്ടർലൈൻ ചെയ്തായിരുന്നോ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് ഇല്ലല്ലോ. ചെയ്തായിരുന്നോ? ഓക്കെ,
അപ്പൊ ഇതൊന്ന് ഞാൻ ഇപ്പൊ പറയുന്നതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ദ ആക്ട് വാസ് അമെൻഡഡ് ഇൻ 2011. അണ്ടർലൈൻ ചെയ്തോളൂ. അടുത്തത് came into force on 10/1/2014. Then 2014. Then other states who have adopted the Amendment Act date are Rajasthan, Sikkim, Jharkhand, Kerala, Orissa, Punjab, Maharashtra, Assam, Haryana, Manipur, Gujarat, Bihar and Uttar Pradesh. Underline ചെയ്യാം ട്ടോ. Then brainstem death is recognized as legal death in India. Underline ചെയ്യാം. Then next, the transplantation of human organs and tissues rules have been notified on 27th March 2014. Underline ചെയ്യാം. Okay. ഇനി നിങ്ങള് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ടും കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസും PNDT സെക്സ് ടെർമിനേഷൻ ആക്ടും റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യുക. 3 ആക്ടുകൾ കേട്ടോ.
അയച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. Artificial Insemination Act. This act prescribed the obligation to obtain a permit from the minister for the collection, sale, import or export of animal semen or the carrying out artificial insemination. A person shall not collect, sell, import or export semen from an animal or artificially inseminate an animal except under and in accordance with the conditions contained in permit. The Act also defines power of inspection. For purposes of this Act also defines powers of inspection. For purpose of this Act and regulation, making power of the minister. അതായത് കൃത്രിമ ബീജ സങ്കലന നിയമമാണത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ നിയമപ്രകാരം കൃത്രിമ ബീജ സങ്കലനത്തിനായി മൃഗങ്ങളുടെ സെമൻ ശേഖരിക്കുക, അതിന്റെ വിൽപ്പന, അതിന്റെ ഇറക്കുമതി, കയറ്റുമതി എന്നിവയ്ക്ക് മന്ത്രിയിൽ നിന്ന് അനുമതി തേടണം. ഇപ്പൊ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സറോഗസി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഇതിന്റെ തന്നെ മറ്റൊരു വെർഷനാണ്, പക്ഷെ ഇതിനകത്ത് അത് മെൻഷൻ ചെയ്യുന്നില്ലെന്ന് മാത്രം കേട്ടോ. ഇവിടെ ആനിമൽസിന്റെ ഇതിലാണ് കൂടുതലായിട്ട് ഇത് എടുത്തു പറയുന്നത്. അപ്പൊ ആനിമൽസിന്റെ സെമൻ കളക്ട് ചെയ്യുന്നതും അതിന്റെ വിൽപ്പനയും അതിന്റെ ഇറക്കുമതിയും അതിന്റെ കയറ്റുമതിയും എന്നിവയ്ക്ക് മന്ത്രിയിൽ നിന്ന് പ്രത്യേക പെർമിറ്റ് നേടണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മൃഗങ്ങളിൽ നിന്ന് സെമൻ ശേഖരിക്കുന്നതിനും കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിനും നിയമത്തിലും നിയന്ത്രണങ്ങളുണ്ട്. ഓക്കെ, നമ്മള് വാർത്തയിലൊക്കെ കേൾക്കാറില്ലേ, ഇന്ന ആനിമൽസിനെ ഇമ്പോർട്ട് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കാറില്ലേ? വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോ മൃഗങ്ങളിൽ നിന്ന് സെമൻ ശേഖരിക്കുന്നതിനും കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിനും നിയമത്തില് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എവിടെയാണ്, ഏതോ ഒരു രാജ്യത്തിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നാണ് തോന്നുന്നു, ചീറ്റപ്പുലികളെ കൊണ്ടുവന്നു, 7 എണ്ണത്തെ എന്തോ. അത് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്? ശരിക്കും നിങ്ങൾ ചത്തുപോയി എന്നിട്ട്. അത് കേട്ടിട്ടുണ്ടായിരുന്നോ? ചീറ്റപ്പുലി ഇമ്പോർട്ട് ചെയ്തായിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക, കേട്ടിട്ടില്ല? കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അവരെ ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. കാരണം അവര് ഇപ്പൊ നമ്മുടെ രാജ്യത്തില്ല. ചീറ്റപ്പുലി എന്ന് പറയുന്ന വർഗം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി ഇതുപോലെ തന്നെ ബീജസങ്കലനം നടത്തി അവയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതില് പ്രത്യേകമായിട്ടും അവരുടെ സെമൻ ശേഖരിക്കുന്നതിനും കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിനും ഒക്കെ നിയമത്തില് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാത്ത പക്ഷം സെമൻ ശേഖരിക്കുകയോ വിൽക്കുകയോ ഇറക്കുമതി കയറ്റുമതി ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ ആ നിയമം, അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലോട്ട് ധാരാളം ആനിമൽസിനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നിയമത്തില് പറയുന്ന കാര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫോളോ ചെയ്ത് പോകാനായിട്ട് പാടുള്ളൂ. അപ്പൊ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാത്ത പക്ഷം സെമൻ ശേഖരിക്കുകയോ അത് വിൽക്കുകയോ ഇറക്കുമതി കയറ്റുമതി ചെയ്യുകയോ ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്ന് പ്രത്യേകം പറഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി നിയമം നടപ്പാക്കുന്നതിനായി ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരവും മന്ത്രിക്ക് നൽകുന്നു. ഓക്കെ, അപ്പോ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരവും ആർക്ക് നൽകുന്നുണ്ട്? മന്ത്രിക്ക് നൽകുന്നുണ്ട്. മൃഗങ്ങളുടെ കൃത്രിമ ബീജസങ്കലനം നിയന്ത്രിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. എന്താണ് കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് എന്ന് പറയുന്നത്?
അതായത് മാനസിക രോഗികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് കേട്ടോ. മാനസിക രോഗികളുടെ സംരക്ഷണം. അതിൽ പ്രധാനമായിട്ടും എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 14 ഓഫ് ദ National Trust Act says that a parent, relative, or organization can voluntarily apply for guardianship with the local committee established under the same act. The guardian appointed under this provision has to take care of the mentally retarded person as well as his property. The relative under Chapter 6 of the National Trust will include any person related to the disabled person by blood, marriage or adoption. അതായത് നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം അവിടെ പറയുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 40 ഓഫ് ദ നാഷണൽ ട്രസ്റ്റ് ആക്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതിനായി ഗാർഡിയനെ നിയമിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാനസിക രോഗികളുടെ സംരക്ഷണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം എന്ത് ചെയ്യാം? മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതിനായി ഗാർഡിയനെ നിയമിക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ. ദെൻ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, മാതാപിതാക്കള്, പാരന്റ്സ്, പിന്നെ ബന്ധുക്കള്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ സംഘടനകള്, എന്താ പറയാ, ഓർഗനൈസേഷൻസ്, ഇവർക്ക് ഗാർഡിയനായിട്ട് അപേക്ഷിക്കാം. അപ്പൊ മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരു ഗാർഡിയൻ വേണം, അല്ലെ? അതായത് മാനസികമായിട്ട് വൈകല്യമുള്ള വ്യക്തിയാണ്, അതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ തനിച്ച് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ മാതാപിതാക്കള്, ബന്ധുക്കള്, അല്ലെങ്കിൽ സംഘടനകള്, ഇവർക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ഗാർഡിയനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഗാർഡിയൻ നിയമിക്കപ്പെട്ടാൽ ആ വ്യക്തിയുടെ ദൈനംദിന ആവശ്യങ്ങളും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കണം. ഇനി ഗാർഡിയനായിട്ട് പാരന്റ്സിനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയോ നിയമിച്ചു കഴിഞ്ഞാല് ഈ മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യന്റിനെ എന്ത് ചെയ്യണം? അവരുടെ കാര്യങ്ങൾ ഗാർഡിയൻ നോക്കണം. അവരുടെ ദൈനംദിന ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരെ നോക്കുക എന്നുള്ളത് ഗാർഡിയന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഇവർക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതും ആർക്ക് കൈകാര്യം ചെയ്യാം? ഈ ഗാർഡിയന് കൈകാര്യം ചെയ്യാം. കാരണം ഇവർക്ക് പറ്റില്ലല്ലോ, ഇവർക്ക് മാനസിക വൈകല്യമുള്ള വ്യക്തികളല്ലേ, അതുകൊണ്ട് ഇവർക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ? നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ മാനസിക വൈകല്യമുള്ള വ്യക്തികളെ ഗാർഡിയൻ നോക്കുന്നതൊക്കെ? മൂവീസിലൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഗാർഡിയൻ എന്ത് ചെയ്യണം? ഇവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ ഒരു കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്, ഇതുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറയുന്നത് മാനസികമായിട്ട് വൈകല്യമുള്ള വ്യക്തിയുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോ അവരുടെ സംരക്ഷണമാണ്. അവരെ വെറുതെ ഗാർഡിയൻ ആയാൽ മാത്രം പോരാ, അവരെ നോക്കണം, അവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്നിവയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ബന്ധുക്കളിൽ നിന്ന് രക്തബന്ധമുള്ള ആളുകളെ, ബ്ലഡ് റിലേഷൻ ഉള്ള ആളുകളെ, പിന്നെ വിവാഹബന്ധം, ഇപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ, പിന്നെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിയ ബന്ധങ്ങളും, അങ്ങനെ പല റിലേഷൻസും ഇതിനകത്ത് ഉൾപ്പെടാം. ഇതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇവരെ നോക്കാവുന്നതാണ്. പക്ഷെ ഗാർഡിയൻഷിപ്പ് അംഗീകരിച്ചിരിക്കണമെന്ന് മാത്രം. ദാറ്റ് ഈസ് കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. The next one,
PNDT Sex Determination Act. The Pre-Conception and Prenatal Diagnostic Techniques Act of 1994 has banned the prenatal sex determination, very genetic counseling center, genetic laboratory, or genetic clinic in engaged in counseling or conducting prenatal diagnostic techniques like in vitro fertilization, that is IVF, with the potential of sex selection, pre-implantation genetic diagnosis before and after conception, comes under the purview of the PCPNDT Act and are banned. The main objective of the CAT is the arrest of the declining sex ratio in India due to rampant female feticide. Okay. അപ്പോൾ നമുക്ക് എന്താണ് PNDT ആക്ട് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു PNDT ആക്ട്. എന്താണ് PNDT ആക്ട്? PNDT ആക്ട് എന്താ? PNDT ആക്ട് എന്താ? PNDT ആക്ട് സെക്സ് ഡിറ്റർമിനേഷൻ പ്രിവെൻഷൻ ആക്ട് ആണ് അല്ലെ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. ഓക്കെ, നമുക്ക് പറയാം അതെന്താണെന്നല്ലേ. അതായത് PNDT ആക്ട് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് ആണ്. PNDT ആക്ട് 1994 കേട്ടോ, 1994 ആണ് കേട്ടോ. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്, നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നതിനുള്ള നിയമം. ഒന്നുകൂടി പറയാം. PNDT ആക്ട് 1994 ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം അഥവാ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്, നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നതിനുള്ള നിയമമാണെന്ത്? PNDT ആക്ട് 1994 എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അതായത് ഗർഭധാരണത്തിന് മുമ്പും ഗർഭകാലത്തും, അതായത് പ്രഗ്നൻസി സ്റ്റേജിന് മുമ്പും ആ പ്രഗ്നൻസി സ്റ്റേജിലും നടത്തുന്ന ചില ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ജനറ്റിക് പരിശോധനകള് നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. അപ്പൊ ആ സമയത്ത് നടത്തുന്ന ചില പരിശോധനകള് അല്ലെങ്കിൽ ചില ജനറ്റിക് ആയിട്ടുള്ള പരിശോധനകളൊക്കെ എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? ഈ നിയമത്തിന് കീഴിലാണ് വരുന്നത്. പിന്നെ IVF പോലുള്ള സാങ്കേതിക വിദ്യയിലൂടെ ലിംഗനിർണയം നടത്തുന്നത് ഇത് നിയന്ത്രിക്കുന്നു. എന്ത് ചെയ്യുന്നു? IVF പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ ലിംഗനിർണയം നടത്തുന്നത് ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സെക്സ് സെലക്ഷൻ നടത്തുന്നത് നിരോധിക്കുന്നു. അതായത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പരിശോധന നടത്തുന്നു അല്ലെ? അതാണ് സെക്സ് സെലക്ഷൻ അല്ലെ? അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? അബോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ പെൺ ഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ടാണ് സെക്സ് സെലക്ഷൻ നടത്തുന്നത് നിരോധിക്കുന്നത്. പിന്നെ ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലിംഗനിർണയവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സെക്സ് സെലക്ഷനും തടയുക എന്നതാണ് കേട്ടോ. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലിംഗനിർണയം അതിന്റെ അടിസ്ഥാനത്തിലുള്ള സെക്സ് സെലക്ഷനും തടയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് PNDT ആക്ട്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ നെക്സ്റ്റ് നിങ്ങള് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് ഒന്ന് റീഡ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ.
Aisha. Okay. ഇത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതുവരെ വായിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഒന്നും കൂടി ഒന്ന് എടുത്ത ഭാഗങ്ങൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്താനുണ്ടെങ്കിൽ അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ടില് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. This act prescribed the obligation to obtain a permit from the minister for the collection, sale, import or export of animal semen or the carrying out artificial insemination. Then custody of mentally ill patients, section 14 National Trust Act underline ചെയ്യുക കേട്ടോ. Says that a parent, relative or organization can voluntarily apply for guardianship with the local committee established under the same act underline ചെയ്യുക. Then PNDT Act underline ചെയ്തോളൂ കേട്ടോ. The Pre-Conception and Prenatal Diagnostic Techniques Act 1994 has banned prenatal sex determination. The main objective of the അത് ഒന്ന് underline ചെയ്തോ കേട്ടോ. The main objective of the
ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.